ഈ ജീവിതത്തിലെ ഈ ഭാഗ്യത്തിനാണോ അല്ലെ ഹാർഡ് വർക്കിനാണോ കുറച്ചുകൂടി മുൻതൂക്കം കൊടുക്കുന്നത്? ഹാർഡ് വർക്ക്, ഉറപ്പായിട്ട് ഹാർഡ് വർക്ക് തന്നെയാണ്. ബാക്കിയൊക്കെ പുറകെ വന്നോളും. ഹാർഡ് വർക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഭാഗ്യമുള്ള ഒരു ആക്ടർ തന്നെയാണോ? ഭാഗ്യമുള്ള ആക്ടറാണെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാൻ സാധിക്കില്ല. കാര്യം വലിയ ഭാഗ്യങ്ങൾ എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം എൻ്റെ അടുത്ത അങ്കമാലിക്ക് ശേഷം ഞാൻ അഭിനയിച്ച സിനിമ മോഹൻലാൽ ലാലേട്ടൻ്റെ ഒപ്പമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ബ്ലെസ്സിങ് ആയിട്ട് കാണുന്ന ആളാണ്. എൻ്റെ ആ പാട്ട് ജിമിക്കി കമ്മൽ ഹിറ്റായ ഇത്, അതെല്ലാത്തിനപ്പുറം ആദ്യമേ തന്നെ ഞാൻ ചെയ്ത കഥാപാത്രം ജനങ്ങൾ ഏറ്റെടുത്തു. അതും ഹാർഡ് വർക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ കൂടി അതൊരു ഒരു കണക്കിലതൊരു ഭാഗ്യം തന്നെയല്ലേ. ഉണ്ട്, രണ്ടുമുണ്ട്. ഹാർഡ് വർക്ക് എടുക്കണം. പക്ഷെ എന്നാലും ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. താങ്കളുടെ ഫസ്റ്റ് എൻട്രി എന്നൊരു ഗോഡ് ഫാദർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി താങ്കളുമായിട്ടുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയിൽ എത്ര ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ? അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമ ഒരു സിനിമയായിരുന്നു എല്ലാവർക്കും. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ സിനിമയാണ്. എല്ലാവർക്കും അതൊരു സിനിമ മാത്രമായിരിക്കാം, ഒരു അടിപൊളി സിനിമ, കുറേ അധികം പുതുമുഖങ്ങൾ വന്നിട്ടുള്ള സിനിമ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സിനിമ, നിങ്ങൾ തന്നെ ആലോചിച്ചു, എൻ്റെ ഇത്രയും ലൈഫ് സ്റ്റോറി പറഞ്ഞൊരു കേട്ട ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ആ സിനിമ വെറും ഒരു സിനിമ മാത്രമല്ലല്ലോ, എൻ്റെ ജീവിതമാണ്, എൻ്റെ കഷ്ടപ്പാടാണ്, എൻ്റെ കുറേ നാളത്തെ ഒരു 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 വലിയൊരു ഡ്രീമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് അപ്പോഴായിരിക്കാം. ശരിയല്ലേ? എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കൊപ്പം എൻ്റെ പെങ്ങൾക്കൊപ്പം രേഷ്മയ്ക്കൊപ്പം എല്ലാവരും കൂടെ ഇട്ടിരുന്ന് ഒരുമിച്ചിരുന്നാണ് ഞാൻ സിനിമ കണ്ട അങ്കമാലി. അപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ അമ്മയുടെ അടുത്തിരുന്നിട്ട് കിട്ടിയ ഒരു 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 സന്തോഷം എനിക്കുണ്ട്. കാര്യം അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ. അതെനിക്ക് കിട്ടിയത് ലിജോ ചേട്ടനുള്ളിടെ അദ്ദേഹമാണ് എനിക്ക് എന്നെ ആദ്യമായിട്ട് കിട്ടിയത്. അപ്പം എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. അതിനപ്പുറം എൻ്റെ ഒരു ഗുരുനാഥനായിട്ട് ഞാൻ കാണുന്നു. ഒരു ഞാൻ പറഞ്ഞു അത്രയും അധികം ഒരു ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മനസ്സിൽ അത്രയും ഒരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിനുശേഷം 8 കൊല്ലമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. അതാണ് സത്യം. വിളിച്ചിട്ടില്ല, ഇനി വിളിക്കുമെന്ന് പ്രതീക്ഷയും എനിക്കില്ല. വിളിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ പ്രാർത്ഥനയും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, ദൈവമേ ആ സിനിമയിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചെങ്കിൽ ഈശ്വര എന്നൊക്കെ പറയൂലേ. ആ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം പറയുന്നത് എന്നെ എനിക്കൊരു അവസരം അല്ലെങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന അദ്ദേഹമാണ്. അപ്പം ഒരു സിനിമയിലെങ്കിലും അദ്ദേഹത്തിനൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രേ ഉള്ളൂ. പിന്നെ എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയുന്ന വ്യക്തികളിൽ ഒരു വ്യക്തി തന്നെയായിരിക്കും. ഈ വെളിപാടിൻ്റെ പുസ്തകം നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ആ പാട്ട്, ആ സിനിമേനേക്കാളും ഭയങ്കരമായിട്ട് ആ പാട്ട് ആളുകളിലേക്ക് എത്തി. അപ്പോൾ ഇനി ലാലേട്ടനെ കുറിച്ച് പറയൂ. ലാലേട്ടൻ കട്ട ഫാനാണ് ഞാൻ, ഭയങ്കര ഫാനല്ല. നമ്മൾ എന്തോരം പടത്തിന് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അമ്മാതിരി ആർമാദിച്ചേക്കണം. ഭയങ്കര ഫാനല്ലേ ഞാൻ. ട്രിവാൻഡ്രം ജില്ലയിൽ ആൾസാറിൻ്റെ പടം ഇറങ്ങി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കാണും. പിന്നെ ഫാൻസ് ക്ലബിലൊക്കെ പിന്നെ 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 അത് ഫ്രണ്ടിൽ കാണും. അയ്യോ, അത് ഭയങ്കര കണക്ഷൻ അല്ലേ. അതിനുശേഷം ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടോ ഫാൻസ് ക്ലബിലൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അറിയായിരിക്കും. നമുക്ക് സംസാരത്തിനിടയ്ക്ക് ഞാൻ അന്വേഷിച്ചൊക്കെ നല്ല സുഹൃത്തുക്കളായിട്ട്. ഇപ്പൊ ഞാൻ അതിന്റെ അപ്പുറമല്ലേ, അപ്പൊ അറിയായിരിക്കുമല്ലോ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യം. ആ അപ്പൊ ഞാനല്ലോ നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി, കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും എത്ര തിരക്ക് ആൾക്കൂട്ടത്തിൽ നിന്നാലും അദ്ദേഹത്തിന് എന്നെ കണ്ടാൽ തിരിച്ചറിയുമല്ലോ, എന്നെ മനസ്സിലാവുമല്ലോ. മോനെ എന്ന് വിളിച്ച് എന്നെ കൂടെ വിളിക്കും, എനിക്ക് സംസാരിക്കുക. എൻ്റെ അടുത്ത് വലിയ കാര്യമല്ലേ. ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തായാലും എപ്പോഴും വിളിക്കുക, ശല്യം ചെയ്യുക, അങ്ങനെയൊന്നുമുള്ളല്ല. നമുക്ക് എവിടെ വെച്ച് കണ്ടാലും നമ്മളെ മുഖത്ത് നോക്കി അദ്ദേഹം ചിരിക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, ഏതൊക്കെയാണ് പുതിയ സിനിമകളെന്ന് ചോദിക്കുന്നുണ്ട്, വീട്ടിലെ വിശേഷങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ വലിയ ഭാഗ്യം. അത് വലിയ. പിന്നെ ഞാൻ മണിസാറിൻ്റെ പടത്തിൽ അഭിനയിച്ചില്ലേ, മണിരത്ന സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചില്ലേ, സന്തോഷ് ചേട്ടൻ ക്യാമറ, എ.ആർ. റഹ്മാൻ സാർ മ്യൂസിക്, മണിരത്ന സാർ ആക്ഷൻ പറയുമ്പോൾ ഞാൻ അഭിനയിക്കുന്നു, കട്ട് വിളിക്കുമ്പോൾ ഞാൻ നിർത്തുന്നു. അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ. എല്ലാം ഇപ്പോഴും സിനിമയിലേക്ക് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാം നമ്മൾ ആ ഫ്ലഡ് സമയത്ത് കുറച്ച് നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാവരെ പോലെ. കോവിഡ് സമയത്ത്
കോവിഡ് സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് നഷ്ടമായ ഒരു വർഷമാണ്. കാര്യം ഓട്ടോ ശങ്കർ ഇറങ്ങി പീക്കിൽ നിൽക്കുമ്പോഴാണ് കോവിഡ് പറഞ്ഞത്. ഈ കോവിഡ് സമയത്ത് ഓട്ടോ ശങ്കർ ഇറങ്ങി ഹിറ്റ് അടിച്ച സമയത്ത് അവിടെ കുറേ സിനിമകൾ അന്ന് പ്ലാൻ ചെയ്തു തമിഴിൽ എന്നെ നായകനാക്കിയിട്ട് ആ സമയത്ത്. പക്ഷെ അതൊന്നും നടന്നില്ല. കാര്യം ഈ 2 കൊല്ലം കോവിഡ് കൊണ്ടുപോയി. ഈ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ മനസ്സിൽ പുതിയ സാധനങ്ങളായി. ഈ 2 കൊല്ലം ഇരുന്നിട്ടുള്ള പുതിയ സാധനങ്ങളിലേക്ക് പോയി. അപ്പം എനിക്ക് അതങ്ങോട്ട് ആ വർഷങ്ങൾ മാത്രമാണ് എൻ്റെ ആകെ 8 വർഷമേ അത് ഇട്ടിട്ടുള്ളൂ. അതിലൊരു വർഷം വെള്ളപ്പൊക്കം കൊണ്ടുപോയി, 2 കൊല്ലം കൊറോണ കൊണ്ടുപോയി. അപ്പോഴുണ്ടായ സ്ട്രഗിളിങ്ങുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോഴും എനിക്ക് എന്നെ തേടി ഇപ്പം ഒരുപാട് സിനിമകളൊന്നും ഇല്ലെങ്കിലും എന്നെ തേടി എനിക്ക് സിനിമകൾ വരാറുണ്ട്. സോ ഇപ്പോഴും ഞാൻ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ നിമിഷവും ഞാൻ അഭിനയിച്ച് കിട്ടുന്ന വരുമാനത്തിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ കലയിൽ തന്നെയാണ് നിൽക്കുന്നത്, മറ്റൊന്നിലേക്ക് ഞാൻ പോയിട്ടില്ല. അതങ്ങനെ എന്നെ പോട്ടെ മരണകാലം വരെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.